ഗൈസ് വെൽക്കം ബാക്ക് അനദർ വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൻ്റെ ഒരു പ്രത്യേകത ഉള്ളൊരു വ്ളോഗാണ്. ഇന്നത്തെ വ്ളോഗിന് ഒരു പ്രത്യേകത ഉണ്ട്, അതാണ് പറഞ്ഞത്. അപ്പോൾ ഹിമയ്ക്കാണ് നമ്മളിന്ന് പോകുന്നത്. എന്താണ് ഹിമ ഇങ്ങനെ ഉണ്ടല്ലോ, അത് എന്താണ് നമ്മൾ പറഞ്ഞുതരാം. അപ്പോഴല്ല കേട്ടോ, ആയിട്ടില്ല. മുടിയൊക്കെ ഒന്ന് വെട്ടണം, സെറ്റാണ്. കുറേ മുടിയൊക്കെ വെട്ടിയിട്ട് അപ്പോൾ നമ്മൾ പോകാൻ ടൈം ആണുള്ളൂ. രാവിലെ തന്നെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. കാണുമ്പോൾ ഇപ്പോൾ ഈവനിങ് ആകാരം. അപ്പോൾ ഗുഡ് ഈവനിങ്. അപ്പോൾ പുതിയ ആൾക്കാർ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ഒക്കെ ചെയ്യട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. പിന്നെ എന്താണ് ഹിമ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ ഇന്ന് ഹിമൻ്റെ ഒരു പരിപാടിയാണ്. അപ്പോൾ അങ്ങോട്ട് പോകണം. കുറേ യൂട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കാണിച്ചു തരാം, ആരൊക്കെ എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളി. എന്നാലും എന്താണ് ഹിമാരുള്ളൂ. സ്കിപ്പ് ചെയ്ത് പോയിട്ട് കണ്ടാന്നൊന്നും ഹിമ എന്താണെന്ന് അറിയില്ല. അപ്പോൾ ഹിമ ഒരു പേരാണ്, അത് ആളെ പേരും കാര്യങ്ങളൊന്നുമില്ല, ഒരു സംഗതിയാണ്. അപ്പോൾ എന്താണെന്ന് അറിയണമെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ കാണുക, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്താ പരിപാടി കാണിച്ചാൽ അതിന് മുന്നേ ഒന്ന് മുടിയൊക്കെ വെട്ടി കുട്ടപ്പനൊക്കെ ആകട്ടെ, അത് കാണാം. ഓക്കെ. അപ്പോളേ സംഗതി വീഡിയോ ഒക്കെ എടുക്കാൻ വന്നു. പോയി മുടി വെട്ടി കുട്ടപ്പനാകാന്ന് പറഞ്ഞില്ല, കുട്ടപ്പനൊക്കെ ആയി മാറ്റി വന്നു. അപ്പം ഇങ്ങനെ ഓരോരുത്തരെ കാത്ത് നിൽക്കാൻ, ബാക്കി പിന്നെ കാണിച്ചു തരാം. നല്ല ആളുണ്ടോ, നമ്മളെ കൂടെ ചോറുന്നാൻ പറ്റിയ ആളാണ്. കുറെ ആൾക്കാര് ചോറ് വെച്ച് കഴിഞ്ഞു. നമ്മള് എവിടെ എത്തി എന്ന് പറഞ്ഞാല് ഇതാണ് നമ്മള് പറഞ്ഞ സ്ഥലം കേട്ടോ, ഹിമ. അപ്പൊ കുറെ വീഡിയോസ് എടുക്കാന് നമ്മള് മറന്നുപോയി. കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചു തരാം. നമ്മള് പിന്നെ നേരെ വന്ന് ചോറ് കഴിച്ച്, അതേപോലെ വേറെ ആൾക്കാര് നമ്മളപ്പോ കുറച്ച് ആൾക്കാരുണ്ടായിന്, ഇൻഫ്ലുവൻസർ ഉണ്ടായിന്. പോലെ കാത്തുനിന്ന് നമ്മളെ വണ്ടിയിൽ അങ്ങനെ പോകുന്നത്. ഞങ്ങളിപ്പോൾ ഇവിടെ പരിപാടിയിലെത്തി. അപ്പോൾ ഇതാട്ടോ ഹിമ. ഹിമ എന്ന് പറഞ്ഞാല് അനാഥരായ വയസ്സായ ആൾക്കാരില്ലേ, അവര് സംരക്ഷിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ കുറെ അവർക്കുള്ള വീടുകളും കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചു തരാം. ഇനി ഇവിടെ മറ്റേ വേറെ പരിപാടിയൊക്കെ ഉണ്ട്. നമ്മളെ ഹൻസിപ്പൂനിക്കല് അവനാണ് മെയിൻ ഇതിന്റെ ആളുണ്ടോ. അതൊക്കെ കാണിച്ചു തരാം. നല്ല വണ്ടി, ഹൻസിപ്പൂനിക്കലിന്റെ വണ്ടി. ഇതാ കുറെ ടൂറിസ്റ്റർമാരുണ്ട്. അപ്പൊ അതിന്റെ വീടും കാര്യങ്ങളും ഒക്കെ കാണിച്ചു തരാം. അതിന്റെ ഓഫീസ് കാര്യങ്ങൾ, പള്ളി ഒക്കെ ഉണ്ട് കേട്ടോ. അവിടുത്തെ പരിപാടി എടുക്കണ്ട. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ പരിപാടിക്ക് ഒരു ആശംസ അറിയിക്കാൻ വേണ്ടി ഗ്രൂപ്പിലെ പുതിയ മെമ്പറും മഞ്ജുക്കുമായിട്ടുള്ള മെഹറുനീസ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് ചെയ്യുകയാണ്. ഒരു പറഞ്ഞു കഴിയും. മെഹറുനീസ നാലാമത്തെ വർഷമാണ് ഒരുമിച്ച് കൂടുന്നത്. അതില് 8,000 രൂപ ഫുഡിന്, ബാക്കി 16,000 ഇവർക്ക് കൈമാറി. ഈ പ്രാവശ്യം കുറച്ച് കൂടുതലാണ് എമൗണ്ട്. മാഷാ അല്ലാഹ്. അടുത്ത പ്രാവശ്യം ഇതിലും കൂടുതലാവട്ടെ. നന്മ ചെയ്യാനുള്ള മനസ്സെല്ലാവർക്കും ഉണ്ടാവട്ടെ. അപ്പൊ ഇവിടെ വന്ന ആൾക്കാർ എങ്ങനെയാണ്, എന്താണ്, ഓടുന്നതാണ്, ഇവിടുത്തെ കാര്യങ്ങൾ എന്താണെന്നൊക്കെ ഉള്ളത് നമുക്ക് ഇവിടെ ഉള്ള ഉസ്താദിനോടൊന്ന് ചോദിച്ചു നോക്കട്ടോ. അപ്പൊ നമുക്ക് ഉസ്താദിനോട് ചോദിച്ചു നോക്കാം, അവിടെ ഉള്ള ആൾക്കാരെങ്ങനെ ഇവിടെ എത്തിപ്പെട്ടു എന്നൊക്കെയുള്ള കാര്യങ്ങൾ കേട്ടോ. ഉസ്താദിന്റെ പേര്? എന്റെ പേര് അബ്ദുസ്സലാം ഫൈസി. നിങ്ങള് ഇവിടെ തന്നെയാണോ? ഞാൻ സ്ഥാപനത്തിന്റെ വൈസ് ചെയർമാനും മാനേജറുമാണ്. അപ്പൊ ഇവിടെ ഉള്ള ആൾക്കാർ എത്ര ആൾക്കാരുടെ ഇപ്പൊ ഇവിടെ? ഇവിടെ 50 ആളുണ്ട്. 50 ആൾക്കാരുണ്ട്, പെണ്ണുങ്ങളായിട്ടും ആണുങ്ങളായിട്ടും. അപ്പൊ ഇവരൊക്കെ എങ്ങനെ ഇവിടെ എത്തിച്ചേർന്നു? ശരിയാണ്. നമ്മള് ഇത് ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നത് തന്നെ കൃത്യമായി കോൺവെന്റുകളിലും അതുപോലെ തന്നെ ഈ സ്ഥാപനങ്ങളിലൊക്കെ എത്തിപ്പെട്ട് അവിടെ നിന്നൊക്കെ നമ്മളോട് ഇങ്ങനെ പലരും സഹായങ്ങൾ തേടും. മരിച്ചാല് ഖബർസ്ഥാനെ കൊണ്ടുപോയി മറയാൻ പറ്റുമോ, അങ്ങനെയൊക്കെ ഉണ്ടായപ്പോൾ ഞങ്ങളെ മനസ്സിൽ സ്ഥിരമായി ഇതിന്റെ സംഘാടകരായ 1-2 ആളുകളുടെ മനസ്സിലെപ്പോഴും നമുക്കിങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോഴാണ് എ.പി.ഒ. ഹാജി അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് തന്നെ അയാളെ മുതലുപയോഗപ്പെടുത്തി എന്തെങ്കിലും ഒരു ദാനധർമ്മങ്ങളൊക്കെ ചെയ്യണം എന്നുള്ളൊരു നാട്ടിൽ എടക്കാകുണ്ട് സ്വദേശിയായ എ.പി.ഒ. ഹാജി. അപ്പോൾ അയാൾക്ക് പരലോകത്ത് ഗുണം കിട്ടുന്ന സ്ഥാപനം തുടങ്ങണം. അപ്പൊ അദ്ദേഹത്തെ കൂടി ഞങ്ങൾ ഇതിലേക്ക് ചേർത്ത് അദ്ദേഹം ഭൂമിയും ഇനീഷ്യൽ സ്റ്റേജിൽ വലിയൊരു സംഖ്യയൊക്കെ തന്നുകൊണ്ട് തുടങ്ങിയ. അപ്പൊ ഞങ്ങൾ ഇതിനെക്കുറിച്ച് ഒരു വർഷത്തോളം ഇങ്ങനെ പഠിച്ചു. ക്രിസ്ത്യൻ കോൺവെന്റുകളോട് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഇത്തരം ഓൾഡ് ഏജ് ഹോമുകള്, സർക്കാർ റെസ്ക്യൂ ഹോമുകളിലൊക്കെ പോയപ്പോൾ അവിടെയൊക്കെ ശരിക്കും നമ്മളെ സമുദായവും എല്ലാ സമുദായവും ഉണ്ട്.
അപ്പം ഇത്തരം ഒരു സ്ഥാപനം തുടങ്ങണം എന്ന് തോന്നിയത് പലപ്പോഴും തെരുവിലൊക്കെ കാണുന്ന കുറേ മനുഷ്യര് എവിടെയെങ്കിലും കൊണ്ടാക്കിയാല് അവിടെയൊക്കെ അവരുടെ സ്വാതന്ത്ര്യവും അവരുടെ മതവും ചിഹ്നവും ഒക്കെ ഉപേക്ഷിക്കേണ്ടി വരും എന്നുള്ള ഭയമുള്ളവർ. അപ്പൊ തികച്ചും സെക്കുലറായിട്ട് ഹിന്ദു വന്നാൽ ഹിന്ദുവായിട്ടും മുസ്ലിമായ വന്നാൽ മുസ്ലിമായിട്ടും ക്രിസ്ത്യാനി വന്നാൽ ക്രിസ്ത്യാനിയായിട്ടും ജീവിക്കാൻ പറ്റുന്ന ഒരു സ്ഥാപനം എന്നുള്ളൊരു സങ്കല്പം. അങ്ങനെ ഞങ്ങൾ പണക്കാടൊക്കെ പോയി ചെയ്ത ഇതര നിക്ഷേപങ്ങളോടൊക്കെ സംസാരിച്ചപ്പോൾ അവരൊക്കെ സന്തോഷം പറഞ്ഞപ്പോൾ ഞങ്ങൾ അങ്ങനെ തുടങ്ങിയാണ് 2017 ഇത് ഉദ്ഘാടനം കഴിയുന്നത്. 12 ആലോചന തുടങ്ങി 14 തറക്കല്ലിട്ടു. വിപുലമായ രീതിയിൽ കെട്ടിടവും സൗകര്യങ്ങളൊക്കെ വന്ന ശേഷമാണ് ഇതിലേക്ക് ആളെടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് ഒരിക്കലും ഒരാൾക്ക് മാതാപിതാക്കളെ നടതള്ളാനോ അല്ലെങ്കിൽ പിന്നെ ഉപേക്ഷിക്കാനോ ഉള്ള ഇടമാകരുത് എന്ന നിർബന്ധമാണ് ആദ്യമായി ഞങ്ങൾ ഇതിൽ വെച്ചത്. അങ്ങനത്തെ ആൾക്കാർ ഇപ്പോൾ ഇവിടെ ഇല്ല. ഒരു 4-5 പ്രൊസീജിയർ നമ്മൾ ഇതിന് പ്രത്യേകമായി കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒന്ന് പ്രധാനമായും ഡെസ്റ്റിറ്റ്യൂട്ട് ആവുക എന്ന് പറഞ്ഞാൽ അനാഥമാവുക, സംരക്ഷിക്കാൻ ആളില്ലാതിരിക്കുക എന്ന് പറയുന്നത്. അത് മുസ്ലിമാണെങ്കിൽ പള്ളി കമ്മിറ്റി, ഹിന്ദുവാണി ക്ഷേത്ര കമ്മിറ്റി അല്ലെങ്കിൽ ക്ലബ്ബുകൾ ആരാ കൊണ്ടുവരണം ചിലവര്. അതുപോലെ തന്നെ സ്ഥലം പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ മുകളിലുള്ള ഒരാള് ഇയാള് അനാഥമാണ് എന്ന് എഴുതിത്തരണം, അല്ലെങ്കിൽ വില്ലേജ് ഓഫീസർ എഴുതിത്തരണം, അല്ലെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറി എഴുതിത്തരണം. ഈ 3-ൽ എഴുത്തു വേണം ഒരാൾ എടുക്കാൻ. അപ്പൊ ഈ ആൾക്കാരെ പിന്നെ മക്കളില്ലാത്ത അതോ മക്കളെ ഒരു പക്ഷേ മക്കളെ എവിടെയെങ്കിലും പോയി അല്ലെങ്കിൽ ഡ്രഗ്സ് അങ്ങനത്തെ ഒരു വളരെ അപൂർവമായിട്ടുണ്ട്. പിന്നെ ഇല്ലാത്തവർ കുടുംബം തന്നെ ഇല്ലാത്ത, ഉദാഹരണത്തിന് ഈ കൺവെർട്ടഡ് ആളുകള് വിവിധ മതങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി അവർക്ക് പിന്നെ ഫാമിലി. അതുപോലെ തന്നെ നാട് വിട്ടുപോയി ചെറുപ്പത്തില്, പിന്നെ തിരിച്ചു വന്നപ്പോ കുടുംബമൊക്കെ നഷ്ടപ്പെട്ടു, ഒന്നും ഉണ്ടാവില്ല. ഇങ്ങനെയൊക്കെ ഒറ്റപ്പെട്ട് നടക്കുന്ന മനുഷ്യരെയാണ് നമ്മൾ കാര്യമായിട്ട്. പിന്നെ പലർക്കും ഉണ്ട് മക്കളുള്ളവരുണ്ട്, കുറച്ചാളുകൾ ഇവിടെ മക്കളുള്ളവരുണ്ട്. പക്ഷെ അവർ ആ മക്കളൊന്നും എവിടെയാണെന്ന് പോലും കൃത്യമായി അറിയില്ല. ബോംബെയിൽ ഇന്ന് ഉമ്മി മക്കളൊക്കെ ബോംബെയിൽ ഉണ്ടായിരുന്നു, പിന്നെ മക്കളില്ലാതെ അയാള് നാട്ടിൽ തന്നെ മടങ്ങി വന്നു. അങ്ങനെയുള്ളവരുണ്ട്. ഡ്രഗ്സിന് അടിമപ്പെട്ട് പോയ ഒരു മോനും മകളും ഒക്കെ ഉള്ള ഒരമ്മ ഇവിടെ ഉണ്ട്. അങ്ങനെയൊക്കെ വളരെ അപൂർവമായിട്ട് ഉണ്ട്. പക്ഷെ എങ്കിലും തീരെ അനാഥകളാണ് അധികവും. ഈ ഒറ്റപ്പെട്ട് ഭാര്യ ഭർത്താവുണ്ടാവും, മക്കളുണ്ടായിരുന്നാവില്ല. പിന്നെ അവസാനം ഭർത്താവ് മരിക്കും, ഇപ്പൊ ഭാര്യ ഒറ്റപ്പെടും, അല്ലെങ്കിൽ ഭാര്യ മരിക്കും ഭർത്താവ് ഒറ്റപ്പെടും. സ്വന്തക്കാരോ രക്തബന്ധുക്കളോ നോക്കണ്ടാവില്ല. അങ്ങനെ വരുമ്പോ അവരെ നമ്മൾ ഏറ്റെടുക്കും. അവരെ ആണ് ഇങ്ങനെ പുറത്തുനിന്ന് ആരും തെരഞ്ഞു വന്നോ ഇന്ന ആൾക്കാരുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് അത് അന്വേഷിച്ച് വന്നിട്ട് നമ്മൾ തിരിച്ചു പുനരധിവസിപ്പിച്ച സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ പാലക്കാട് ജില്ലയിൽ നിന്ന് വളരെ അത്യാവശ്യം നല്ല സാമ്പത്തിക സ്ഥിതിയൊക്കെ ഉള്ള മക്കളുള്ള ഒരു ഉമ്മ മാനസിക വിഭ്രാന്തിയായിട്ട് നഷ്ടപ്പെട്ടു പോയി. അവര് സേലം വഴി അങ്ങോട്ടും കോഴിക്കോട് ഫറൂഖ് വരെയൊക്കെ അന്വേഷിച്ച് പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ വണ്ടൂർ പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ നിന്നാണ് സ്ത്രീയെ കിട്ടിയത്. അങ്ങനെ പോലീസാണ് അവിടെ കൊടുത്തത്. അതിന് കുറച്ച് കുറേ കാലം എൻക്വയറി ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അവരന്വേഷിക്കുന്നുണ്ട്. പക്ഷെ ഇങ്ങോട്ട് എത്തിപ്പെടാൻ പോയി. അങ്ങനെ ഞങ്ങൾ അതിന് വളരെ ചികിത്സയൊക്കെ നടത്തി. അവസാനം ഞങ്ങൾ അതിന് ബോധം ശരിക്കും വന്നപ്പോൾ അതിനോട് ചോദിച്ചപ്പോൾ എൻ്റെ അഡ്രസ്സ് പറഞ്ഞു. അങ്ങനെ സ്റ്റേഷനിൽ ബന്ധപ്പെട്ട് പോലീസുകാർ ആ കുടുംബത്തിനോട് കൊടുത്തു. അപ്പൊ അവർക്ക് അവരമ്മാനെ തിരിച്ചിട്ടിയ സന്തോഷം. അങ്ങനെയൊക്കെ വളരെ അപൂർവ കേസുകളൊക്കെ അങ്ങനെയുണ്ട് ധാരാളം. ഇവിടെ ഈ ഫണ്ടും കാര്യങ്ങളൊക്കെ പണ്ടൊക്കെ സാധാരണ ആളുകള് പിന്നെ അങ്ങനെ ചെയ്യണതന്നെ നാട്ടിലെ ക്ഷേമവും ഐശ്വര്യമൊക്കെ ഉണ്ടെങ്കിൽ പേടിക്കാതെ നടത്താം. കാരണം ആളുകൾ കൊടുക്കുന്നതിലും സംഭാവനയായിട്ട് എന്നുള്ളതാണ്. ഇപ്പൊ ഒരു 50 ആളുകൾ ഉണ്ട്. നാളിതുവരെയായിട്ട് 200-300 ആളുകളെ ഞങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. കുറെ ആളുകൾ മരിച്ചുപോയി. ആരും മറവാടാൻ പള്ളിയോ കുടുംബങ്ങളോ നാട്ടുകാരെ ഏറ്റെടുക്കല്ലാത്ത ജനാസേന ഞങ്ങൾ മറയും. അത് ഇവിടെ മുസ്ലിം മക്ബറാണെങ്കിൽ നമുക്ക് സ്ഥാപനത്തോട് അറ്റാച്ച് ചെയ്ത് മക്ബറുണ്ട്. ഇല്ലെങ്കിൽ ഹിന്ദു ആചാരപ്രകാരം അതാത് കേന്ദ്രങ്ങളിൽ കൊണ്ടുപോയി ശാന്തി തീരം അതുപോലെ തന്നെ വൈദ്യുതി ശ്മശാനങ്ങൾ ഇതിലൊക്കെ കൊണ്ടുപോയിട്ട് ചെയ്യും. ഇവിടുത്തെ മഹലിന്റെ ഇതിൽ സ്ഥലപരിമിതി അതിന്റെ അടുത്ത് തന്നെയാണ് ഇപ്പൊ നമുക്ക് സ്ഥലമുള്ളത്. നമുക്ക് ആ മക്ബറിനോട് ചേരി തന്നെ നമ്മളെ സ്ഥലമുണ്ട്. അതിലങ്ങോട്ട് ചെയ്തിട്ടിട്ട് ഹോസ്പിറ്റലും കാര്യങ്ങളും ക്ലിനിക്കും സൗകര്യമൊക്കെ ഇവിടെ തന്നെ ഡോക്ടർമാരൊക്കെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഡോക്ടർമാരുടെ സഹായം ഉണ്ട്. നമുക്ക് ഗവൺമെന്റ് ഡോക്ടേഴ്സ്, ഹോമിയോ, അലോപ്പതി, പിന്നെ ആയുർവേദമൊക്കെ അവർ വരും. പിന്നെ അതിന്റെ പുറത്ത് നമ്മൾ MES മെഡിക്കൽ കോളേജിനുമായി നമ്മൾ ഒരു ബന്ധമുണ്ട്. അവർ നമുക്ക് പരമാവധി ഡിസ്കൗണ്ടിലൊക്കെ ചികിത്സ ചെയ്തു തരും. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ അങ്ങോട്ട് വരുന്നത്. ഇങ്ങനെ ഒരു പരിപാടി കൊണ്ടുവന്നു. അപ്പൊ എന്താണ് കാര്യങ്ങൾ നമുക്ക് കറക്റ്റ് അറിയില്ല. പിന്നെ നമ്മളെ കുറെ ആൾക്കാർക്ക് അങ്ങനെ അറിയാത്തതുണ്ടോ പിന്നെ നല്ല മികച്ച കെയർ ഹോമുകളിൽ ഒന്നായിട്ടാണ് അറിയപ്പെടുന്നത്. കാരണം ഇത്ര സൗകര്യങ്ങളിൽ വീടായിട്ടാണ് അത് നമ്മളെ പിന്നെ ഒരു പ്രത്യേക കൺസെപ്റ്റാണ്. എന്തെന്ന് വെച്ചാല് നമ്മൾ പോയി കണ്ട കെയർ ഹോമുകളൊക്കെ ഒരു ഹോസ്പിറ്റൽ
അറ്റ്മോസ്ഫിയറാണ്. അപ്പൊ അവർക്ക് ഒരു വീടിന്റെ ഒരു ഹോം ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് വീടുകളാക്കി കാറ്റഗറൈസ് ചെയ്തിട്ട് പോലെ ഒരുമിപ്പിച്ച് പാർപ്പിക്കുമ്പോൾ 3 കൂട്ടുകാരികളായ ഒരു സ്ത്രീകൾ ഒരു റൂം പാർക്കുമ്പോൾ അവർക്ക് അവരുടേതായ സ്വകാര്യതയും തമാശയും നോക്കലും വർത്താനം പറയലും തമാശ പറയലൊക്കെ അങ്ങനെ അവർക്കതൊരു ഹോം ഫീൽ ആവാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഈ വാർഡുകളിലൊക്കെ നമുക്കിവിടെ ക്ലിനിക്ക് ഉണ്ട്. അത്യാവശ്യ നിലയിലായാൽ ICU പോലെ സ്പെഷ്യൽ കെയർ ഒക്കെ ഭക്ഷണമൊക്കെ കൊണ്ടുപോയി കൊടുത്ത് അങ്ങനെ ഞാനെങ്ങനെ ആലോചിച്ചു കുറെ വീടുകളായിട്ട് അതങ്ങനെ ചില അധിക സ്ഥാപനങ്ങളിലും അങ്ങനെ ഉണ്ടാവാൻ കെയറിന് ബുദ്ധിമുട്ടാണ് എങ്കിൽ പോലും അതൊരു പുതിയ കൂടുതലും വർഷത്തിലുണ്ടാല് നമ്മളതിൽ കുടുംബങ്ങളൊക്കെ കുട്ടികളൊക്കെ കൂട്ടി ഇവിടെ സന്ദർശിക്കുക എന്ന് പറയുന്നത് ആരാധന പോലെയാണ്. കാരണം നമ്മളെ തലമുറ ഇപ്പോ പ്രത്യേകമായ ഒരു ഇതിലാണല്ലേ. അപ്പൊ ആ രീതിയിൽ സുഖങ്ങൾ മാത്രം കണ്ട പുതിയ തലമുറക്ക് ഇങ്ങനെയും ഇതിനിങ്ങനെ ഒരു പേജ് മറിക്കാനുണ്ട് എന്ന് പറയാൻ അവസ്ഥയാണ്. ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ നമ്മളങ്ങനെ കൊണ്ടുവരുമ്പോ നമ്മളെ കുടുംബത്തിക്ക് അങ്ങനെ കാണിച്ചു കൊടുക്കാനാ കൊണ്ടുവരുന്നത്. അപ്പൊ ഇവർക്ക് വരെ മെന്റാലിറ്റി ഇവർക്ക് സന്തോഷം, ആളുകൾ വർത്തമാനം പറയുന്നത്. കാരണം അവർക്ക് ഈ അടച്ചിട്ട റൂമിലും ഈ ഉള്ളിലാണല്ലോ. അപ്പൊ ഇവിടെ എന്ത് സൗകര്യം ഉണ്ടെങ്കിലും അങ്ങനെയാണല്ലോ. അപ്പൊ അങ്ങനെ വരലുണ്ടോ ഇവിടെ ആൾക്കാര്? ധാരാളം കോളേജുകളിൽ നിന്നൊക്കെ ആളുകൾ വന്ന് പോകുമ്പോൾ പറയല്ലോ ഓൽക്ക് അങ്ങനെ ആൾക്കാരുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാണ്ട് അങ്ങനെ ഫീലൊക്കെ അവർക്ക് മാറിയിട്ടുണ്ട്. അതാണ് അവർക്ക് എൻഗേജ് ചെയ്യാണ്, അവര് ശരിക്കും ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് കാണാണ്. ഞാൻ എന്റെ മനസ്സിൽ ചോദിച്ചോട്ടെ, നമുക്ക് അങ്ങനെ ഒരു ഫീല് വരുമോ അവർക്ക്? അതിനങ്ങനെ നമ്മള് പേഴ്സണൽ കാര്യങ്ങളിൽ പോലെ ഇടപെടാനൊന്നും വരെ അങ്ങനെ അനുഭവിക്കില്ല. നമ്മള് ജസ്റ്റ് ഇതിലേക്ക് ഒന്ന് പോയി ഓരോട് ലോകം പറഞ്ഞ് തിരിച്ചു പോയാണ്. ഓരോങ്ങനെ ആള് വരുന്നത് സന്തോഷമാണ്. അപ്പൊ സമ്മാനം ലഭിക്കുന്ന ചില്ലറ സമ്മാനമല്ല കേട്ടോ. ഇതാണ് ഇങ്ങോട്ട് നോക്കി, ഒരു വയലറ്റ് കളർ ബോക്സിന്റെ കയ്യിൽ കണ്ടില്ല. ഇതിന്റെ ഉള്ളിൽ ഒരു വമ്പൻ ഗോൾഡൻ റോസ് ആണ് സമ്മാനം. ഒരു പവന്റേതാണെന്ന് പറയുന്നത് കേട്ടത്. എന്തായാലും എല്ലാവരും ഒരു കൊച്ചു പിടുക്കി മാർക്ക് എടുത്തു കഴിഞ്ഞു. ഇതിൽ 1ാം സമ്മാനം കിട്ടിയത് നമ്പർ 50 അത് മുഹസിന ഓമശ്ശേരിയിൽ കുഴപ്പമില്ല. കാരണം ഇത്രയും ദൂരം, ഒരുപാട് ദൂരം യാത്ര ചെയ്തിട്ടാണ് ഈ ഹില്ലയിലേക്ക് എത്തിയിട്ടുള്ളത് മോസിന. അപ്പൊ നമ്മുടെ ഒരു മുതൽ മോസിനൊക്കെ കിട്ടി. എല്ലാവരും നല്ലൊരു കൈയ്യോട് കിട്ടും. എനിക്ക് ഈ നറുക്കെടുപ്പ് നമുക്കൊരു ബന്ധമില്ല. നമ്പർ 19 അരി സാറ് അങ്ങനെ ഇന്നത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മള് വീട്ടിലെത്തി. പിന്നെ ഇതിപ്പോ നമ്മള് പിറ്റേന്നാട്ടോ ഇതിന്റെ അവസാനം എടുക്കുന്നത്. അപ്പൊ ഇതൊക്കെയാണ് അവിടുത്തെ കാര്യങ്ങൾ. അപ്പൊ എന്താണ് പറയാനുള്ളത് വെച്ചാല്, ബർത്ത്ഡേ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിപാടികളൊക്കെ ഉണ്ടാവും. അത് പിന്നെ ആനിവേഴ്സറി അങ്ങനെയൊക്കെ നമ്മള് വീട്ടില് പരിപാടിയൊക്കെ കഴിച്ചല്ലോ, വലിയ പരിപാടി കഴിച്ചെന്നാല് അവിടെ പോയിക്കാണ്ട് പരിപാടി കഴിച്ചാണെന്നുണ്ടെങ്കിൽ അവർക്ക് സന്തോഷമാവും. പിന്നെ നിങ്ങൾക്ക് അതല്ല, നിങ്ങൾക്ക് പിന്നെ അവിടെ വിസിറ്റ് ചെയ്യണമെങ്കിൽ വിസിറ്റ് ചെയ്യാം. അതൊക്കെ ഉസ്താദ് പറഞ്ഞു, അവർക്ക് സന്തോഷമാവും. ഓലെ പേഴ്സണൽ കാര്യങ്ങൾ ആരും ഇടപെടരുത്. അങ്ങനെ വീഡിയോ ഒക്കെ എടുത്തുകാണ്ട് പേഴ്സണൽ കാര്യങ്ങൾ ഇടപെടരുത്. വീഡിയോ ഒക്കെ എടുക്കാൻ പ്രശ്നമൊന്നുമില്ല, പക്ഷെ പേഴ്സണൽ കാര്യങ്ങൾ ചോദിക്കുകയൊന്നും ചെയ്യരുത്. അവിടെ പോവാ, പരിപാടികളൊക്കെ നടത്തുക, ഇങ്ങോട്ട് കഴിയുന്ന സഹായങ്ങൾ ചെയ്യുക. ഒരു നേരത്തെ ഭക്ഷണമൊക്കെ കൊടുക്കാൻ പറ്റുമെങ്കിലൊക്കെ അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പൊ അവിടുത്തെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഹിമത്തെ നമ്പറും ഉസ്താന്റെ നമ്പറും കാര്യങ്ങളൊക്കെ അതിന്റെ താഴെ ഇങ്ങനെ കൊടുക്കാം. അപ്പൊ കഴിയുന്ന ആൾക്കാരും സഹായിക്കാം. ഇനി അത് പൈസ കൊണ്ട് പോവാനല്ല, പൈസ കൊണ്ട് സഹായിക്കാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനെയും സഹായിക്കാം. നമ്മളൊക്കെ സഹായിച്ചുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അവിടെ അങ്ങനെ പോകുന്നത്. അപ്പോ ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടാല് സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമന്റൊക്കെ അറിയിക്കുക. ഇങ്ങനെയൊക്കെ നിങ്ങൾ ഷെയറൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ ഞമ്മക്കും ചെയ്യാൻ ഇവന്നൊക്കെ ഉണ്ടാവുള്ളൂ. നമ്മൾ ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഓരോരുത്തരായിട്ട് ചെയ്യണമൊക്കെ ഉണ്ട്. അപ്പൊ എല്ലാരും സപ്പോർട്ടും ഞമ്മക്കും തരാം. അപ്പോ അടുത്ത നല്ല വീഡിയോ കാണുമ്പോൾ ബൈ.